ഈ സെഷനിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ISO ആണ്. ISO എങ്ങനെയാണ് റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ്. ISO പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും തന്നെ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റിംഗ് ആണ്. അതായത് ഫീൽഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രെയിമിനകത്ത് വെളിച്ചം കുറവാണെങ്കിൽ ISO നമ്പർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. വെളിച്ചം നല്ലപോലെ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടെങ്കിൽ ISO നമ്പർ കുറച്ച് കൊടുക്കുക. പക്ഷേ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വരികയാണ്, നിങ്ങൾക്ക് ISO കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ISO നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാനില്ല. അതിനകത്ത് ഗ്രെയിൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ISO ഒരു മാക്സിമം ലെവലിലോട്ട് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കരുത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞിരുന്നു, ഡൈനാമിക് റേഞ്ച് വളരെയധികം കുറഞ്ഞു പോകും എന്നുള്ളത്. എന്തായിരുന്നു ഡൈനാമിക് റേഞ്ച് എന്ന് ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് ആ സെഷനിലൊന്ന് പോയിട്ട് കേൾക്കുക. അതായത് നിങ്ങളുടെ ചിത്രത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വെളിച്ച വ്യത്യാസങ്ങൾ, ചെറിയ ഷെയ്ഡ്സൊക്കെ ഉള്ളത് നിങ്ങളുടെ ചിത്രത്തിൽ ഹൈ ISO ഉപയോഗിക്കുമ്പോൾ ക്യാമറക്ക് കൃത്യമായിട്ടത് പകർത്തിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രകാശത്തിന് അതിന് ചിത്രീകരിക്കാൻ പറ്റുന്ന പ്രകാശത്തിൻ്റെ റേഞ്ച് കുറവായിരിക്കും ISO നമ്പർ കൂടുമ്പോൾ. അപ്പോൾ ഡൈനാമിക് റേഞ്ച് വളരെ കുറവേ ആ ചിത്രത്തിന് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ISO ഏറ്റവും മിനിമം 100 ആണ് മിനിമം എങ്കിൽ 100 കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ക്യാമറയുടെ മറ്റുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രം ISOയെക്കുറിച്ച് ചിന്തിക്കുക. അല്ലെങ്കിൽ ISO കൂട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ ക്വാളിറ്റിയെ മൊത്തത്തിൽ അത് ബാധിക്കും. ISO എന്നുള്ളത് ലൈറ്റിന് ആനുപാതികമായിട്ട് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ കൂടി ചിത്രത്തിൻ്റെ ക്വാളിറ്റിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകം ISOയാണ്. ഒന്ന്, ചിത്രത്തിൽ ഗ്രെയിൻസ് ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾ ISO ലൈറ്റ് കുറയുമ്പോൾ ISO നിങ്ങൾ നോർമലി എല്ലാവരും ചെയ്യുന്നതാണ്, ISO ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. നമ്മളറിയാതെ അതിലൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഷെയ്ഡഡ് ഏരിയയിലെല്ലാം തന്നെ ഗ്രെയിൻസ് കയറി വന്നിട്ടുണ്ടാവും. അത് പിന്നീട് നീക്കം ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗ്രെയിൻസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഡൈനാമിക് റേഞ്ച് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് ISO നമ്പർ ഏറ്റവും മിനിമം തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ISO ആവശ്യമില്ലാതെ, നിങ്ങൾക്ക് എപ്പോഴും നല്ലത് 100 ഉപയോഗിക്കുന്നതാണ്. ഒരു നിവൃത്തിയില്ല, ഫോട്ടോ കിട്ടില്ല, ബ്ലാക്കായി പോവും, ഡാർക്കായി പോവും എന്ന് കണ്ടാൽ 200 ആക്കുക, 200നെ 400 ആക്കുക. അങ്ങനെ ഒരിക്കലും ഒറ്റയടിക്ക് ഒരു ഏറ്റവും ടോപ്പ് ലെവലിലോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ISO സെറ്റിംഗ് ഉപയോഗിക്കരുത്. ഇത് ചിത്രത്തിൻ്റെ ക്വാളിറ്റി വല്ലാതെ നശിപ്പിക്കും. പ്രത്യേകിച്ച് ഫാഷൻ, മോഡൽ, വെഡ്ഡിങ്, അതേപോലെ വൈൽഡ് ലൈഫ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹൈ ഷട്ടർ സ്പീഡ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരൊക്കെയും തന്നെ ഈ ISO നമ്പർ വല്ലാതെ ഇൻക്രീസ് ചെയ്യാതെ ക്യാമറ ഉപയോഗിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഫാഷൻ ആൻഡ് വെഡ്ഡിങ്, മോഡൽ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഉള്ള ആൾക്കാർ ഒരിക്കലും തന്നെ 100 അല്ലെങ്കിൽ 200 അതിൻ്റെ മുകളിലോട്ട് ISO കൊണ്ടുപോകരുത്. കൊണ്ടുപോയാൽ നിങ്ങളുടെ ചിത്രത്തിൻ്റെ എല്ലാ ഭംഗിയും അതോടുകൂടി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ISO എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങളുടെ ഫീൽഡിലെത്തി നിങ്ങൾ ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മോഷൻ ബ്ലർ വരാൻ സാധ്യതയുണ്ട്. ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഷട്ടർ സ്പീഡ് ഹൈ ഉപയോഗിച്ചു. ഇനി നോക്കുമ്പോൾ 2-3 പേരാണ് പരിപാടിയിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഡെപ്തും കുറച്ചധികം വേണം. ഇനി നിങ്ങളുടെ 2 സെറ്റിങ്സിനും അവിടെ ക്രൈറ്റീരിയ പ്രകാരം അതിനെ ലോക്കായി. ഒരു ഹൈ അപ്പർച്ചർ നമ്പറും കൂടുതൽ വേണം, ഷട്ടർ സ്പീഡും ഹൈ വേണം. പിന്നെ നിങ്ങളുടെ മുന്നിൽ എക്സ്പോഷർ, ലൈറ്റിനെ നിയന്ത്രിക്കാൻ ആകെ ഒരേ ഒരു കൺട്രോൾ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അത് ISO ആണ്. ISO പരമാവധി കുറച്ച് ഉപയോഗിക്കുക. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം ISO നമ്പർ ഇൻക്രീസ് ചെയ്യുക. എല്ലാ ഫോട്ടോയിലും ഹൈ ISO ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് ISO മാറ്റിയിട്ട് നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് ആക്കുക. എന്നിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി തെളിച്ചമുള്ള എല്ലാ കണ്ടീഷൻസും യോജിച്ച് വന്ന ഒരു ഫോട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടാവും. ISO നിങ്ങളുടെ ക്യാമറയിൽ സെറ്റ് ചെയ്യുന്നത്, ISO ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം മെയിൻ ഡയൽ തിരിച്ചിട്ട് ISOൻ്റെ നമ്പർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് നോക്കുക. സ്ക്രീനിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നമ്പർ അതിലെത്തുമ്പോൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ അത് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിച്ചോളും. ഇത് കൂടാതെ ISO സെലക്ട് ചെയ്യാൻ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഓട്ടോമാറ്റിക് ISO സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്യാമറയിൽ ISO ഓട്ടോ എന്ന് എഴുതിയ ഒരു മെനു ഐറ്റം കാണാം. മിക്കവാറും കാനൺ ക്യാമറയിലാണെങ്കിൽ ISO കംപ്ലീറ്റ്ലി ലെഫ്റ്റിലോട്ട് തിരിച്ച് ISO 100 കഴിഞ്ഞ് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ISO കിട്ടും. ഇനി നിക്കോൺ ക്യാമറയിലാണെങ്കിൽ ഓട്ടോ ISO നിങ്ങൾ മെനുവിൽ പോയിട്ട് ഓൺ ചെയ്യണം.
ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ക്യാമറ ഫുള്ളായിട്ട് ഓട്ടോ ISOയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ക്യാനണിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓട്ടോ ISO നിങ്ങളുടെ ISO നമ്പർ മാറ്റുന്നതിലുള്ള ഒരു വാല്യൂ മാത്രമാണ് ഈ ഓട്ടോ ISO എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓട്ടോ ISO എന്നുള്ള Aയിൽ നിന്ന് 100ലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ISO 100ലാണ് വർക്ക് ചെയ്യുക. പക്ഷേ നിക്കോണിലാണെങ്കിൽ ഓട്ടോ ISO ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെനുവിൽ പോയിട്ട് അത് ഓഫ് ചെയ്യുന്നത് വരെയും അത് ഓട്ടോ ISOയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എല്ലാ ക്യാമറയിലും ഓട്ടോ ISO എന്ന ഒരു ഓപ്ഷൻ വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓട്ടോ ISO യൂസ് ചെയ്യുമ്പം ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയിൽ അപ്പർച്ചറും ഷട്ടർ സ്പീഡും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ISO നമ്പർ അതിൻ്റെ ടോപ്പ് ലെവലിലോട്ട് അങ്ങ് കയറ്റിയിട്ടിട്ടാണ് ഉപയോഗിക്കുക. അതിപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ 12,800 ആണ് നിങ്ങൾക്ക് മാക്സിമം ISO നമ്പർ ഉള്ളതെങ്കിൽ ക്യാമറ നേരിട്ട് 12,800 ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക? ചിത്രത്തിൽ മുഴുവനായിട്ടും ഗ്രെയിൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ISO റേഞ്ച് ഉണ്ട്. അതിനെ നമ്മൾ യൂസബിൾ ISO എന്നാണ് പറയുക. അതായത് നിങ്ങൾ ക്യാമറ 100 മുതൽ എത്രത്തോളം മുകളിലോട്ട് പോകാൻ പറ്റും എന്ന് നോക്കുക. ഇപ്പോൾ Canon 5D Mark III ആണ് എൻ്റെ ക്യാമറ. അപ്പോൾ എനിക്കതിനകത്ത് 100 മുതൽ ISO 6400 വരെയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നോയ്സ് കിട്ടാറില്ല. അതും വളരെ ഡീസൻറ്റ് പിക്ചേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ISO റേഞ്ച് 100 മുതൽ 6400 വരെയാണ്. അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറയുടെയും യൂസബിൾ ISO നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഏത് ISO സെറ്റിങ്ങിലാണ് എനിക്ക് നോയ്സ് വന്ന് തുടങ്ങുന്നത് എന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ കമ്മ്യൂണിറ്റീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു അപ്പോൾ നിങ്ങൾക്ക് യൂസബിൾ ISO കൃത്യമായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ മെനുവിൽ ഓട്ടോ ISO സെറ്റിങ്സ് എന്ന ഒരു മെനു ഐറ്റം കാണും. അതെടുക്കുക. അത് മെയിൻ മെനുവിലാണ് ഇതുണ്ടാവാറുള്ളത്. ക്യാമറ മെനു ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഓട്ടോ ISO സെറ്റിങ്സ് എടുക്കുക. ഓട്ടോ ISO സെറ്റിങ്സിൽ ഓട്ടോ ISO റേഞ്ച് എന്നൊരു സംഭവം നിങ്ങൾക്ക് കാണാം. ആ ഓട്ടോ ISO റേഞ്ച് എടുത്തിട്ട് അതിനകത്ത് 100 മുതൽ നിങ്ങൾക്ക് എവിടെയാണോ ഗ്രെയിൻസ് വരാൻ തുടങ്ങുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ISO നമ്പറും കൂടി ആ റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓട്ടോ ISO ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ഈ റേഞ്ചിനകത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിലാണെങ്കിൽ ISO 100 മുതൽ 6400 വരെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഓട്ടോ ISO എന്നൊരു ഓപ്ഷൻ ഞാൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ISO 100 മുതൽ 6400ൻ്റെ ഇടയിലുള്ള ഏത് വാല്യൂ ആണോ ആ സമയത്ത് ലൈറ്റിനനുസരിച്ച് ആവശ്യമുള്ളത് അത് ചൂസ് ചെയ്തോളും ഓട്ടോമാറ്റിക്കായിട്ട്. ഞാനായിട്ടത് മാറ്റേണ്ട കാര്യമില്ല. അതേപോലെ ഓട്ടോ ISO എന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ISO സെറ്റിങ്സ് സമയാസമയങ്ങളിൽ നമ്മൾ മെനുവിൽ പോയി മാറ്റുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഓട്ടോ ISO ശ്രദ്ധിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി തരും. അതുകൊണ്ട് ഓട്ടോ ISO റേഞ്ച് നിങ്ങളുടെ മെനുവിൽ പോയിട്ട് ഡിഫൈൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓട്ടോ ISO എന്നുള്ള മെനു ഐറ്റം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓട്ടോ ISO ഉപയോഗിക്കുക. ഒരിക്കലും നേരിട്ട് ക്യാമറ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിരുന്ന അതേ സെറ്റിംഗ് വെച്ചിട്ട് ഓട്ടോ ISO ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ഗ്രെയിനി പിക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറയാം. എപ്പോഴും ഏറ്റവും മിനിമം ISO ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ISO നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രെയിൻസ് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യം, ISO നമ്പർ ഇൻക്രീസ് ചെയ്യുന്തോറും ചിത്രത്തിൻ്റെ ഡൈനാമിക് റേഞ്ച് വളരെ കുറഞ്ഞു വരും. അതുപോലെ ഓട്ടോ ISO എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമാണ്. സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് ISO സെറ്റിങ്സ് മാറ്റാതെ ഓട്ടോ ISO സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ സമയത്തും ഫോട്ടോ എടുക്കാൻ ആവശ്യമായ ലൈറ്റിനനുസരിച്ചിട്ട് ആവശ്യമുള്ള ISO നമ്പർ ക്യാമറ ചൂസ് ചെയ്തോളും. അത് നിങ്ങളായിട്ട് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ഓട്ടോ ISOയുടെ റേഞ്ച് മെനുവിൽ പോയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഇത്രയാണ് ഈ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിലേക്ക് നീങ്ങാം.